കേരളത്തിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത നേതാവാണ് ഉമ്മൻചാണ്ടി. ജനപ്രതിനിധിയായും രാഷ്ട്രീയ നേതാവായും തന്റെ പ്രവർത്തന മണ്ഡലം സജീവമായപ്പോഴും പുതുപ്പള്ളിയിലെ ജനങ്ങളോട് ഉമ്മൻചാണ്ടി പുലർത്തിയിരുന്ന ആത്മബന്ധം ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെയും രാഷ്ട്രീയത്തിന്റെ വഴികൾ എങ്ങനെ വേണമെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. ആ രാഷ്ട്രീയ അതികായന്റെ വിയോഗത്തിന് ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ചർച്ചയാകും. വോട്ടോട്ടം എന്നുള്ളത് പുതുപ്പള്ളിയിലാണ്. പുതുപ്പള്ളി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ തെളിയുന്ന ആ ഒരൊറ്റ പേരുണ്ട്. അതെ, സാക്ഷാൽ ഉമ്മൻചാണ്ടി. അദ്ദേഹം ഇല്ലാത്ത ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നത്. എല്ലാ തവണയും അദ്ദേഹം ഇല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് കടന്നു പോയിട്ടില്ല. പക്ഷെ ഇത്തവണ അദ്ദേഹം വിട വാങ്ങിയിട്ടുള്ള ആദ്യ പൊതുതെരഞ്ഞെടുപ്പിലേക്കാണ് സംസ്ഥാനം കടക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിനെ പറ്റി പറയാൻ ഞങ്ങൾക്ക് ഇന്നും വാക്കുകളില്ല. അദ്ദേഹത്തിന്റെ സ്മരണ എന്തായാലും ഇലക്ഷനിൽ പ്രതിഫലിക്കും. അദ്ദേഹം വോട്ടർമാരുടെ മനസ്സിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത സാറില്ലാത്ത ഒരു ഇലക്ഷനാണ് ഈ വരുന്നത്. എന്നിരുന്നാലും UDF-ന് നല്ലൊരു ഭൂരിപക്ഷത്തോടുകൂടി 20 സീറ്റും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയുള്ള പ്രവർത്തനമാണ് UDF-ന്റെ പ്രവർത്തകർ കാഴ്ചവെക്കുന്നത്. അതേ വോട്ടർമാരുടെ മനസ്സിലൊക്കെ അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം തവനൂർ മണ്ഡലത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. അവിടെ നിന്നാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഈ കബറിടം കാണാൻ വന്നിട്ടുള്ളത്. ഞങ്ങളിവിടെ കോട്ടയത്ത് വന്നതാണ്. എന്നപ്പോഴും ഞങ്ങളെ മനസ്സിലുള്ള ആ ഒരു ചിത്രം കൊണ്ടാണ് ഞങ്ങൾ ഇന്നും ഇവിടെ എത്തിയത്. നമുക്കറിയാം, ഈ ഇലക്ഷനിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ BJP-യിലേക്ക് പോയതിനു ശേഷമുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതൊക്കെ അവര് സ്ഥാനാർത്ഥിയായിട്ടുമുണ്ട്. എനിക്ക് തന്നെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാവുന്നു. അതൊക്കെ എങ്ങനെയായിരിക്കും? അതൊക്കെ സോഷ്യൽ മീഡിയയിൽ മാത്രമേ ചർച്ചയുള്ളൂ. ജനങ്ങളുടെ ഇടയിൽ അതൊന്നും ചർച്ച. ആദ്യ തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണ് ഇലക്ഷൻ? അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ സാറെ സംബന്ധിച്ച് സാറ് ഞങ്ങളുടെ എംപ്ലോയീസ് യൂണിയന് വേണ്ടി സാറ് മുൻകാലങ്ങളിൽ ശക്തമായിട്ട് മുന്നിലുണ്ടായിരുന്ന ആളാണ്. സാറാണ് പല പല നേട്ടങ്ങളും യൂണിവേഴ്സിറ്റിക്ക് തന്നെ നേടിത്തന്നത്. സാറില്ലാത്ത ഇലക്ഷൻ ഞങ്ങൾക്കൊരു വളരെ ദുഃഖകരമായൊരു പ്രതിസന്ധിയിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. സാറിൻ്റെ ഈ വിയോഗത്തിൽ നമ്മുടെ ഇന്ത്യ മഹാരാജൻ തന്നെ UDF-ലേക്ക് തിരിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളിരിക്കുന്നത്. കറക്റ്റാ സാറ് എൻ്റെ പ്രവർത്തനം അത്ര രീതിയിലാണ് കേരളത്തെ മുന്നോട്ട് പോയത്. പിന്നെ സാറ് കേന്ദ്രത്തിലും ഒപ്പം തന്നെ സംബന്ധിച്ചിട്ടുള്ള ആളാണ്. സാറിന്റെ വിയോഗം ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു വിയോഗമാണ്. തീർച്ചയായിട്ടും അതിനൊരു സംശയമില്ല. കാരണം ഒരു മാറ്റം ഇന്ത്യ മഹാരാജ്യത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥയിലേക്കാണ് ഈ ഇലക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യ രക്ഷപ്പെടുത്തൽ തന്നെ ഒരു മറുഭരണം ആവശ്യമാണ്. അതിന് ഇന്ത്യ മുന്നണി ശക്തമായി മുന്നോട്ട് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ചെറുപ്പം മുതലേ കോൺഗ്രസിൽ വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് മരിച്ചപ്പോൾ അന്നേരം തൊട്ട് വരാൻ നോക്കുന്നതാണ്. പക്ഷെ വരാൻ പറ്റിയില്ല. പല പ്രാവശ്യം വന്ന പുതുപ്പള്ളിയിലും അണറുകാടൊക്കെ വരുമ്പോഴത്തേക്ക് ബ്ലോക്കായിട്ട് തിരക്കായിട്ടൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്. ഇന്ന് വന്ന് കണ്ടു. ജനമനസ്സുകളെ ഇത്രയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു നേതാവ് ഉണ്ടാകില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതിന് ഉദാഹരണം തന്നെയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളുമെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 പുതുപ്പള്ളി.